അടുത്ത ടോപ്പിക്കൽ അറേ ഇൻസേർഷനും ഡിലീഷനുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിലേക്കാണ് ഇനി പോകുന്നത്. അറേ ഇൻസേർഷൻ എന്ന് വെച്ചാൽ ഒരു വാല്യൂവിന് ഇൻസേർട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ABCD, അതായത് C മിസ്സിങ് ആണ്. അതായത് ഒരു വാല്യൂ മിസ്സിങ് ആണ്, അല്ലെങ്കിൽ മിസ്സിങ് അല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു വാല്യൂവിന് ഇൻസേർട്ട് ചെയ്യണം. അതായത് അറേൻ്റെ ഒന്നിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും പൊസിഷനിൽ നമുക്ക് വാല്യൂവിന് ഇൻസേർട്ട് ചെയ്യണം. ആ ഒരു കേസാണ് ഇൻസേർഷൻ എന്ന് പറയുക. ഓക്കെ, ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ABC മിസ്സായിട്ടുണ്ട്. ഇവിടെ ഇനി എന്ത് ചെയ്യണം? ആ സീനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ലാസ്റ്റത്തെ വാല്യൂവിനെ തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക് മാറ്റി വെക്കും. ഇതിനും ഇപ്പുറത്തേക്ക് മാറ്റി വെക്കും, ഇതിനും ഇപ്പുറത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് സീനെ ആഡ് ചെയ്ത് കൊടുക്കും. ആ ഒരു വിധത്തിലാണ് ഇതിനെ ചെയ്യുന്നത്. ഓക്കെ, കോഡ്. അതായത് ഈ ലാസ്റ്റത്തെ വാല്യൂവിനെ അപ്പുറത്തെ പൊസിഷനിലേക്ക് മാറ്റി വെച്ച് കൊടുക്കും, പിന്നെ ഇപ്പുറത്തേക്ക്, പിന്നെ ഇത്. ആ ഒരു വിധം ലാസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റിൽ നിന്ന് അതിന് തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക്. ആ ഒരു വിധത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കോഡ് ചെയ്യുന്ന വിധത്തിൽ തന്നെ നമുക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് സൈസ് ഇവിടെ നമ്മൾ കൊടുക്കാണ്ട് കാൽക്കുലേറ്റ്, അതായത് ഈ അറേൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം. ആ ഒരു കാര്യമാണ് ഇതിലുള്ളത്. അതായത് സൈസ് ഓഫ് എന്ന് കൊടുത്ത് എന്നിട്ട് അറേൻ്റെ പേര് കൊടുക്കുക. അതായത് അറേൻ്റെ പേര് AR എന്നാണ്, അത് കൊടുക്കുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് AR ഓഫ് 0th ഇൻഡെക്സ് കൊടുക്കുക. ഓക്കെ, ഈ ഒരു വിധത്തിൽ ചെയ്താൽ സൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഈ ഒരു കോഡ്. ഈ ഒരു കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ChatGPT ടോക്ക് ചെയ്യാൻ മതി. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1 2 3 കാണുന്നില്ല, അതായത് 3 മിസ്സിങ് ആണ്. അപ്പോൾ പൊസിഷൻ നോക്കി നിങ്ങൾക്ക് യൂസർ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കുക. ഞാനിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവിടെ നോക്കിയ തേർഡ് ഇൻഡെക്സ് അല്ല തേർഡ് പൊസിഷനിലാണ്, ഈ യൂസർ അടിക്കാൻ പൊസിഷനാണ് നോക്കുക. അതായത് 1 തൊട്ടിട്ട് 1. അപ്പോൾ തേർഡ് പൊസിഷനിലാണ് വാല്യൂ ആഡ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കമാൻഡ്. ഓക്കെ, ഇനി യൂസർ കയ്യിലേക്ക് വന്നാൽ ഒന്നിക്കൽ നിങ്ങൾ ഈ യൂസർ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ ഒന്ന് കുറച്ചിട്ട് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് എന്തായിരുന്നു പറഞ്ഞത്, ലാസ്റ്റത്തെ വാല്യൂവിനെ തൊട്ടപ്പുറത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ലാസ്റ്റത്തെ വാല്യൂവിൻ്റെ പൊസിഷൻ നമുക്കിവിടെ വേണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈസ് -1 അതിലേക്ക് സ്റ്റോർ ചെയ്യും. സൈസ് -1 തൊട്ടിട്ട് ഇവിടുത്തം വരെ നമുക്ക് പോകണം, ഈ ഒരു പൊസിഷൻ വരെ പോകണം. ഇത്രക്കും വാല്യൂവിനെ നമുക്ക് മാറ്റി വെക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ കൊടുക്കും. എന്നിട്ട് ഇവിടെ പൊസിഷൻ -1 കൊടുക്കുക. ഇവിടെ ഇൻഡെക്സ് വെച്ചിട്ടല്ല വരിക. അപ്പോൾ ഇവിടെ ഇത് വരും, പിന്നെ ഇത് വരും. ജസ്റ്റ് നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത് മാറ്റിയിട്ട് printf ഇവിടെ ജസ്റ്റ് ഞാൻ printf കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് റൺ ചെയ്താണ്. ഓ, അവിടെ മിസ്റ്റേക്ക്. യെസ്, ഇവിടെ -1. ഇവിടെ 6 5. ഓക്കെ, ഇത് രണ്ടും വന്നിട്ടുണ്ട്, ലാസ്റ്റത്തെ വന്നിട്ടില്ല. അപ്പോൾ പൊസിഷൻ വരെ കൊടുക്കുക. ഓക്കെ, യൂസറായി നിന്ന് പഠിക്കുന്ന പൊസിഷൻ വരെ ഇവിടെ വേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, ഓ, ഈ
യൂസർ കയ്യിൽ നിന്ന് എന്ത് മേടിക്കുക, ഇൻഡെക്സ് തന്നെ മേടിക്കുക. ഓക്കെ, അതായത് സെക്കൻഡ് ഇൻഡെക്സ്, അതായത് യൂസർ പൊസിഷൻ ആഡ് ചെയ്യുന്നെങ്കിലും നിങ്ങളത് ഒന്ന് കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഇനി ജസ്റ്റ് പൊസിഷൻ വരെ കൊടുക്കുക. ഓക്കെ, അതായത് പൊസിഷൻ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രക്കും കാര്യം വേണ്ടേ നമുക്ക്. ഇനി ഈ വാല്യൂസിനാണ് എന്ത് ചെയ്യേണ്ടത്, തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്ക് മാറ്റി വെച്ച് കൊടുക്കേണ്ടത്. അതിന് അവിടെ പ്രിൻ്റ് എഫ് എല്ലാം യൂസ് ചെയ്യുക. ഇൻസേർഷൻ്റെ കാര്യം കഴിഞ്ഞു. അതായത് ഇവിടെ നിന്ന് നടന്നു വെച്ചാൽ തൊട്ടപ്പുറത്തെ പൊസിഷനിലേക്കാണ് മാറ്റി വെക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ I+1 കൊടുത്ത്, ഓക്കെ, അതായത് തൊട്ടപ്പുറത്തെ പൊസിഷൻ മാറ്റി വെക്കണം. ഇപ്പുറത്തേക്ക് വരുമ്പം +1 കൊടുക്കണം. അപ്പം എടുത്ത വാല്യൂന, ഈ ഒരു പൊസിഷനിലെ വാല്യൂനെ ഇപ്പുറത്തെ പൊസിഷനിലേക്കാണ് മാറ്റി വെക്കുന്നത്. അപ്പം ഇവിടെ I കൊടുത്താൽ മതി. ആ ഒരു വ്യക്തമാണ് ഇതിൻ്റെ കോഡുള്ളത്. ഇനി എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം വാല്യൂന. അതായത് ഇനി എവിടെയാണ് ഈ ഒരു പൊസിഷൻ്റെ അകത്ത് വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പം ജസ്റ്റ് നീ എന്ത് ചെയ്താൽ മതി, ആ യൂസർ തന്ന വാല്യൂ ഇല്ലേ, അതായത് ഇവിടെ 3 യൂസർ ഞാൻ മേടിച്ചിട്ടില്ല, ഞാൻ തന്നെ കൊടുക്കുക ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിക്ക് മേടിക്കാം. എന്നിട്ട് ആ വാല്യൂവിന് എന്ത് ചെയ്യണം, ആ ഒരു പൊസിഷനിലേക്ക് ഇൻഡെക്സിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെയുള്ള ടാസ്ക്. ഇൻസേർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇൻസേർഷൻ്റെ കോഡ്. ഓക്കെ, ഇത് പ്രിൻറ്റിങ്ങിൻ്റെ കോഡാണ് നോർമൽ. പിന്നെ നോർമലല്ല, ഇവിടെ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ +1 കൊടുക്കണം. അതിൽ രണ്ടിലേക്ക് ഏത് വണ്ടിക്ക് ഓപ്ഷനായിട്ട് എടുക്കാം. ഇത്രയും കോഡാണ് ഇൻസേർഷൻ്റെ ഭാഗമായിട്ടുള്ളത്. തൊട്ടപ്പുറത്തെ പൊസിഷനിൽ മാറ്റി വെക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പുറത്തെ ഭാഗത്താണ് വാല്യൂ എടുത്തു വെക്കുന്നുള്ളത്. അതുകൊണ്ട് I+1 കൊടുക്കുക. എന്നിട്ട് I ഇവിടെ വെക്കുക, AR(i). ആ ഒരു വെച്ച് ചെയ്താൽ ഈ ഒരു കോഡ് കറക്റ്റായിട്ട് വർക്കാവും. ഇനി അടുത്ത ടോപ്പിക്കിലേക്കാണ്. അടുത്ത ടോപ്പിക്ക് ഡിലീഷനാണ്. ഓക്കെ.